ഭിന്ന അഭിപ്രായങ്ങൾ കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന പ്രവണതയിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകർ പോകരുത് എന്നാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. തങ്ങളുടെ ഏറ്റവും ലളിതമായ ജീവിതവും സ്വഭാവവും അതുകൊണ്ടാണ് ഇവിടെ ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത്. മറിച്ച് അവർക്ക് ഒരു ഭീകരനോ തീവ്രവാദിയോ പരിവർത്ത സ്വഭാവിയോ ആയിരുന്നു എങ്കിൽ ഇസ്ലാമിലേക്ക് ആരും വരുമായിരുന്നില്ല. ജനങ്ങളൊക്കെ വിട്ടുപോകുമായിരുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നാം ആ മഹത്തായ പദ്ധതി നടപ്പിൽ വരുത്തുകയാണ്. ഇവിടെ ഭീകരതക്കെതിരായി ഒരു കമ്മിറ്റി ഉണ്ടാക്കി പ്രസംഗിച്ചത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല. ഇപ്പൊ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരതയില്ലാതെ അസ്ഥിരത വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ആ രാഷ്ട്രീയത്തെ ഉപയോഗപ്പെടുത്തി ഇവിടെ ഭിന്നിപ്പ് വരുത്തരുത് എന്നാണ് നമുക്ക് അവരോട് പറയാറുള്ളത്. പിന്നെ മുസ്ലിം സമുദായം ഇവിടെ ഒരു സംഗതിയും പ്രത്യേകമായി ഗവൺമെന്റിൽ നിന്ന് നേടിയെടുത്തിട്ടില്ല. ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ പൗരനാണ് എന്ന നിലയിൽ എല്ലാവർക്കും ലഭിക്കുന്നത് ഇവിടുത്തെ പൗരൻ എന്ന നിലയിൽ മുസ്ലിമിനും ലഭിച്ചു എന്നല്ലാതെ മുസ്ലിം സമുദായം ഇവിടെ ഇന്ത്യ രാജ്യത്ത് എന്തെങ്കിലും ഒരു പുതിയ സംഗതി നേടിയെടുത്തിട്ടില്ല. ഞങ്ങൾ മുസ്ലിങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഗതിയും നേടിയെടുക്കാൻ ഞങ്ങൾ പോയിട്ടില്ല. ഇതുവരെ അത് നേടിയെടുത്തിട്ടുമില്ല. ഇന്ത്യൻ പൗരൻ എന്ന നിലക്ക് എന്ത് കിട്ടുന്നോ അത് മുസ്ലിം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതുവരെ. ഇനിയും അങ്ങനെ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമിനെ ഇന്ത്യക്കാരനായി കണക്കാക്കണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അല്ലാതെ ഇവിടെ മുസ്ലിംകൾക്കായി ഒരു പ്രത്യേക മാർഗം കണ്ടുപിടിച്ച് മുസ്ലിംകൾക്ക് പ്രത്യേക ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഒരിക്കലും നമ്മുടെ മുൻഗാമികൾ ഗവൺമെന്റിനോട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല, നമ്മൾ ആരും ഒരിക്കലും പറയുന്നില്ല. നമ്മൾ ഇന്ത്യക്കാരാണ്, അത് സംബന്ധിച്ചേ പറ്റൂ. ഇന്ത്യക്കാരല്ല എന്ന് പറഞ്ഞ മുസ്ലിംകളെ തട്ടിവിടാൻ സാധിക്കുകയില്ല. കാരണം പാകിസ്ഥാനെ വെട്ടിമുറിച്ചത് നമ്മളല്ല, അത് മുറിച്ചവരായിട്ട് ഉത്തരവാദികളാവും. ഏതായാലും അവരെ വഴിക്ക് പോയി. നമ്മൾ ഇന്ത്യയിലുള്ള ജനങ്ങൾ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നു. അത് ഏത് ഭാഷ സംസാരിച്ചാലും ഏത് വേഷം കെട്ടിയാലും ഇന്ത്യക്കാരൻ ഇന്ത്യയിൽ തന്നെയാണ് ജീവിക്കേണ്ടത്. ഈ ലോകത്ത് തന്നെ ആദ്യമായി തൗഹീദിന്റെ
ശബ്ദം കേട്ടത് അവിഭക്ത ഇന്ത്യയിലാണ് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഇന്ത്യയിൽപ്പെട്ട സ്ഥലമല്ലെങ്കിലും ആദം നബി അലൈഹിസ്സലാം ഇറങ്ങി വന്ന സമയത്ത് ഇന്ത്യയിൽപ്പെട്ട സ്ഥലത്താണ് ഇറങ്ങിയത്. ആദം നബി ശബ്ദിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ കലിമത്താണ്. ഈ കലിമത്ത് ആദ്യമായി ഇന്ത്യയിൽ കേൾപ്പിച്ചത് ആദം നബി അലൈഹിസ്സലാമാണ്. ആദം നബി ആദ്യമായി കേൾപ്പിച്ചത് ഇന്ത്യയിലും ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ രാജ്യം എന്നും ആ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് കൂടി ഇവിടെ അവകാശമുണ്ട് എന്ന് പറയുകയല്ലാതെ നാം ഒരു പ്രത്യേകമായ ഒരു സന്നദ്ധത അതിനുവേണ്ടി ഒരുക്കുകയോ കമ്മിറ്റി ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ ഓർക്കുന്നത് വളരെ നന്നായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ അതുകൊണ്ട് നമ്മുടെ കർത്തവ്യം നമ്മൾ നിർവഹിക്കണം. അതാണ് ബഹുമാനപ്പെട്ട ശൈഖ് അവർകൾ നിങ്ങളോട് പ്രത്യേകമായി ഉപയോഗിച്ചു. ഇപ്പൊ ചില സ്ഥലത്ത് അവർ സൂഫിയാണ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വെറുക്കപ്പെട്ട സാധനമായി കരുതപ്പെടുന്നു. മൽ ഇഹ്സാനു യാ റസൂലല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഈ വാചകത്തിൽ നിന്നാണ് തസവ്വുഫ് എന്ന ഒരു ഭാഗം ഇവിടെ ഉണ്ടാകുന്നത്. നമ്മുടെ ഹൃദയശുദ്ധി എപ്പോഴും ഉണ്ടായിരിക്കണം. ഹൃദയത്തിൽ അസൂയ വരാൻ പാടില്ല, വിദ്യാർത്ഥി വരാൻ പാടില്ല, ഹൃദയത്തിൽ ചീത്ത ചിന്ത വരാൻ പാടില്ല. എല്ലാ ബൽ റാന അലാ ഖുലൂബി എന്ന് മുനാഫിക്കുകളെ സംബന്ധിച്ചും കുഫാറിനെ സംബന്ധിച്ചുമൊക്കെ അല്ലാഹു തആല പഠിപ്പിച്ചതുപോലെ ഹൃദയത്തിൽ ചളി വരണ്ട് വിദ്വേഷവും വർഗീയതയും വിരോധവും കൽബിൽ കെട്ടിക്കിടക്കുന്ന ആ വിഭാഗത്തിൽ നമ്മൾ ഒരിക്കലും അല്ല, അങ്ങനെ ആവുകയും ഇല്ല. മറ്റ് നമ്മുടെ ഹൃദയം എപ്പോഴും വെളിച്ചമുള്ള ഹൃദയമാവണം, ശുദ്ധിയുള്ള ഹൃദയമാവണം.